എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ. പുതിയ വീഡിയോസുമായി ഞാൻ വരാമെന്ന് 2 ദിവസം പറഞ്ഞിരുന്നു. കണ്ടന്റുകളൊന്നുമായിട്ടല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, സീരിയൽ രംഗത്ത് ഞാനില്ല എന്നുള്ളത് ശരിയായൊരു കാര്യമാണ്. ഒരു സീരിയൽ മാത്രം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വേഷങ്ങളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ വർക്കിനൊക്കെ വിളിക്കുന്നുണ്ട്, പോയി ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ നമുക്ക് ആ ഒരു സീരിയൽ കഴിയുമ്പോൾ പാക്കപ്പ് ആകുമ്പോൾ പിന്നെ നമുക്ക് പുതിയ വേഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം നമ്മളെ അറിയാവുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും പരിചയക്കാരാണെങ്കിലും അപ്പോഴും കാണുന്നവരായാലും എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം കൊണ്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാവർക്കും സീരിയലുണ്ട്, ഒരേ സമയം പല സീരിയലുകളിൽ കാണുന്ന എത്രയോ പെൺപിള്ളേരെ കാണുന്നുണ്ട്, നിനക്ക് മാത്രം എന്താ വർക്കില്ലാത്തത്, നീ മാത്രം എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിന്നാൽ മതിയോ, ജീവിക്കണ്ടേ, വേറെ വല്ല ജോലിയുണ്ടോ, മക്കളെ വളർത്തും, അങ്ങനെ കുറേ ക്വസ്റ്റ്യനുകൾ എനിക്ക് കുറച്ച് നാളായിട്ട് നമ്മളെ കാണുമ്പോഴായാലും വിളിച്ചായാലും ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് ഈവനിങ് പുറത്ത് പോയി തിരിച്ചു വന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ, ആരും എന്തെന്നൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബന്ധുക്കളുണ്ട്, പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഒരു ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ്. അപ്പം അത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നമ്മളെ നിർത്തിയ ഒരു മാനസിക പ്രയാസം, കുറേ ക്വസ്റ്റ്യനുകൾ. സീരിയൽ രംഗത്തില്ലാത്തതിനെ കുറിച്ച്, അഭിനയിക്കാൻ കഴിവില്ലാഞ്ഞാണോ, സംവിധായകർ അഭിനയം ഇഷ്ടപ്പെടാൻ ഒഴിവാക്കുകയാണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇന്നുണ്ടായി. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, വീഡിയോസ് നീണ്ടു പോകും. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളോടും പറയാനുള്ളത്, അവസരം കിട്ടിയാൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പം എനിക്ക് പറ്റുന്ന വർക്കുകൾ ഒരിക്കലും എനിക്ക് വരുന്നില്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് വർക്ക് വരുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്ന് തോന്നിയാൽ നമുക്ക് പോയി ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരാളുടെ വേഷം കണ്ടോ, ഒരാളുടെ ചിരി കണ്ടോ, ഒരാളുടെ ഇരിപ്പിടം കണ്ടോ, വാഹനം കണ്ടോ നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല. മനസ്സിലായില്ല? അതൊക്കെ ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളാണ്. 4 പേരുടെ മുമ്പിൽ വരുമ്പോൾ അന്നേരത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ചിരിക്കണമെങ്കിൽ ചിരിക്കണം, കരയണമെങ്കിൽ കരയണം. ഓരോ മനുഷ്യൻ നമ്മൾ അങ്ങനെ നിന്നേ പറ്റുള്ളൂ. അപ്പം ഇപ്പോഴും എൻ്റെ മുഖത്ത് ദുഃഖം, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ദുഃഖമൊന്നും ആളൊന്നും അല്ല. ചിരിയോട് തന്നെ ഞാൻ പോകുന്ന ഒരാളാണ്. മക്കളെ എങ്ങനെയായാലും ഞാൻ വളർത്തും. അതിന് ദൈവം വേറെ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ നമുക്ക് തരുമല്ലോ. സിനിമ സീരിയൽ രംഗത്ത് തന്നെ നിന്നേ പറ്റുമെന്ന്, അതൊരു പാഷനാണ് എനിക്ക് എന്ന് കരുതിയിട്ട് മുമ്പോട്ട് എനിക്ക് വലിയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കലാകാരന്മാരുടെയും വളർച്ചയ്ക്ക് മുമ്പിൽ ആരുടെയെങ്കിലും ഒക്കെ കൈത്താങ്ങുണ്ടാകും. മനസ്സിലായില്ല? ആരുടെയെങ്കിലും ഒക്കെ ബാക്ക് സപ്പോർട്ടിലൂടെയാണ് എല്ലാവരും ഓരോരുത്തരും കയറി. കലാകാരന്മാർ എപ്പോഴും വിജയിക്കണം. ഒരുപാട് കഴിവുകളോടെ ഒന്നും ആവാതെ വീട്ടിലിരിക്കുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട് പല രീതിയിലും. എനിക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാം നല്ല സംഭവം ഒന്നുമല്ല, കിട്ടിയാൽ നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാലും നമുക്ക് മരിക്കാനൊന്നും പറ്റില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ മാനസികമായിട്ട് അങ്ങനെ ടോർച്ചർ ചെയ്യാതിരിക്കുക, കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും ഒഴിവാക്കുക. ഇതിൻ്റെ പേരിൽ ഈ വീഡിയോസ് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ്, ആരെ ഉദ്ദേശിച്ചാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഇടുന്നത്. പക്ഷേ ഓരോരുത്തരെ വിളിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വീഡിയോസ് ഞാൻ ഇടുന്നത്. അപ്പം ദയവായിട്ട് ഇതിൻ്റെ പേരിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ കോൾ ചെയ്യുകയോ മെസ്സേജ് ഇടുകയോ ഒന്നും വേണ്ട. നമ്മളെ കാണുമ്പോൾ അങ്ങനെ നമ്മളെ വേദനിപ്പിക്കാതിരിക്കും. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. നമ്മളെങ്ങനായാലും ജീവിക്കും. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും തമ്പുരാൻ വിധിച്ചിരിക്കുന്നത് എന്താണോ ഞാൻ ആ വഴി പോയേ പറ്റൂ, ജീവിച്ചേ പറ്റും. അപ്പം എല്ലാവരോടും ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള മാനസിക വിഷമങ്ങൾ ആരും കൊടുക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയൊന്നും പരസ്യമായിട്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.